भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാം, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 691 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം 79 അധ്യായത്തിലെ 13 ശ്ലോകം മുതലാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ബല്വലൻ എന്ന ആ ദുഷ്ടനെ ബലരാമസ്വാമി നിഗ്രഹിച്ചതായിട്ട് കണ്ടു. അതിനുശേഷം ഭഗവാൻ വീണ്ടും മുനിമാരോട് യാത്ര പറഞ്ഞ് കൗശികി നദിയിൽ സ്നാനം ചെയ്തു. പിന്നീട് സരയൂ നദിയിൽ, അതേപോലെ തന്നെ ഹരിക്ഷേത്രത്തിലേക്ക് എത്തി. ഗോമതി, ഗണ്ഡകി, വിപാശ തുടങ്ങിയ നദികളിലും ശോണം എന്ന നദത്തിലും ഭഗവാൻ സ്നാനം ചെയ്തു. അങ്ങനെ ഭഗവാൻ ഗോദാവരി 7 കൈവരികളായി സമുദ്രത്തിൽ ചേരുന്ന ആ സ്ഥലത്ത് സപ്തഗോദാവരി, പിന്നെ വേണ, പമ്പ, ഭീമരഥി എന്നിവിടങ്ങളിലൊക്കെ ഭഗവാൻ സ്നാനം ചെയ്തു എന്ന് പറഞ്ഞു നിർത്തി. പിന്നെ സ്കന്ദം ദൃഷ്ട്വാ യയൗ രാമ ശ്രീശൈലം ഗിരിശാലയം ദ്രവിഡേഷു മഹാപുണ്യം ദൃഷ്ട്വാദ്രിം വെങ്കടം പ്രഭു. പ്രഭു രാമ, പ്രഭുവായ രാമൻ സ്കന്ദം ദൃഷ്ട്വ, സുബ്രഹ്മണ്യനെ കണ്ടിട്ട്, ഗിരിശാലയം, ഗിരിശന്റെ വാസസ്ഥാനം, ശ്രീശൈലം, ശ്രീപർവ്വതത്തെ യയൗ യാനം ചെയ്തു. ദ്രവിഡേഷു മഹാപുണ്യം, ദ്രാവിഡ രാജ്യങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പുണ്യം നിറഞ്ഞ വെങ്കടം അദ്രിം, വെങ്കടാദ്രിയെ ദൃഷ്ടുവ കണ്ടിട്ട് അവിടേക്കും എത്തിച്ചേർന്നു എന്നാണ്. ബലരാമസ്വാമി ചെന്ന സുബ്രഹ്മണ്യ ക്ഷേത്രം തിരുത്തണി എന്നുള്ള ക്ഷേത്രമാണ് എന്ന് പറയുന്നു. സ്കന്ദനെ കണ്ടു, നമസ്കരിച്ചു. പിന്നീട് ശിവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ശ്രീശൈലത്തിലും അവിടെ നിന്നും ദ്രാവിഡ രാജ്യങ്ങളിൽ ശ്രേഷ്ഠമായിരിക്കുന്ന പുണ്യം നിറഞ്ഞ തിരുപ്പതി, ആ വെങ്കടഗിരിയിലേക്ക് എത്തിച്ചേർന്നു. അവിടെയൊക്കെ വേണ്ടതായിട്ടുള്ള സമർപ്പണങ്ങളും അതേപോലെ ഈശ്വരഭജനമൊക്കെ ചെയ്തു, ദാനാദികളൊക്കെ നടത്തി. കാമകോഷ്ണീം പുരിം കാഞ്ചിം കാവേരിം ച സരിദ്വരാം ശ്രീരംഗാഖ്യം മഹാപുണ്യം യത്ര സന്നിഹിതോ ഹരി. കാമകോഷ്ണീം, കാമങ്ങളെ സാധിപ്പിക്കുന്ന കാഞ്ചീം പുരിം, കാഞ്ചീപുരി, അതേപോലെ സരിദ്വരാം, നദികളിൽ ശ്രേഷ്ഠയായിരിക്കുന്ന കാവേരി,
മഹാപുണ്യം ശ്രീരംഗാഖ്യം ക്ഷേത്രം. ആ ഏറ്റവും പുണ്യം നിറഞ്ഞ മഹത്തായ പുണ്യത്തോടു കൂടിയ ശ്രീരംഗം എന്നുള്ള ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. ശ്രീരംഗത്തിന്റെ പ്രത്യേകത എന്താ? എത്ര ഹരി സന്നിഹിത, അവിടെയാണ് വിഷ്ണു സന്നിധാനം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും പ്രസിദ്ധമായതും സർവദാ ഹരിസാന്നിധ്യം ഉള്ള സ്ഥലമാണ് ശ്രീരംഗം. അതുകൊണ്ട് അവിടെയൊക്കെ പോയി കാവേരിയിൽ മുങ്ങിക്കുളിച്ചു. കാഞ്ചീപുരിയിൽ പോയി, അല്ലേ, കാമാക്ഷി ദേവിയുടെ കാമപീഠ സ്ഥാനങ്ങളിൽ പ്രസിദ്ധമാണ് കാഞ്ചീപുരി. പിന്നെ ഋഷഭാദ്രിം ഹരേ ക്ഷേത്രം ദക്ഷിണാം മധുരാം തഥാ സാമുദ്രം സേതുമഗമൻ മഹാപാതകനാശനം. ഹരേ ക്ഷേത്രം ഋഷഭാദ്രിം, ഹരിയുടെ ക്ഷേത്രമായിരിക്കുന്ന മഹാവിഷ്ണുവിന്റെ വാസസ്ഥലമായിരിക്കുന്ന ഋഷഭപർവ്വതം. അതേപോലെ ദക്ഷിണാം മധുരാം, തെക്കേ മധുര, മഹാപാതകനാശനം, മഹാപാപങ്ങളെ നശിപ്പിക്കുന്ന സമുദ്ര സേതു, സമുദ്ര സംബന്ധിയായ സേതുവിനെയും കണ്ടു, അവിടേക്കും എത്തിച്ചേർന്നു എന്നാണ്. ഇപ്പോ തെന്മധുര മീനാക്ഷി ദേവി, മധുര വടക്കൻ മധുര ഭഗവാന്റെ പുണ്യസ്ഥാനം, അതിന് മധുര എന്ന് പറയും. ഇവിടെ മധുര, മധുരം എന്നുള്ളതിന്റെ മധുരയാണ് തെക്കൻ മധുരയ്ക്ക് ഉപയോഗിക്കുക. അങ്ങനെ ശ്രീരാമസ്വാമിയാൽ ബന്ധിക്കപ്പെട്ട ദർശന മാത്രയിൽ തന്നെ, അല്ലെങ്കിൽ സ്മരണ മാത്രയിൽ തന്നെ സകല പാപങ്ങളെയും, മഹാപാതകനാശനം, എല്ലാ പാപങ്ങളെയും ഇല്ലാതെയാക്കുന്ന ആ സേതു ബന്ധം, സേതു, അവിടെയും എത്തി സ്നാനം ചെയ്തു, അവിടെയൊക്കെ ദർശിച്ചു, നമസ്കാരാദികൾ ചെയ്തു. തത്രായുധമദാധേനുർബ്രാഹ്മണേഭ്യോ ഹലായുധ കൃതമാലാം താമ്രപർണിം മലയം ച കുലാചലം. തത്ര, അവിടെ അയുധം ധേനു, രാമസേതുവിൽ 10,000 പശുക്കളെ ബ്രാഹ്മണേഭ്യ ഹലായുധ, അതാൽ ബ്രാഹ്മണർക്കായിക്കൊണ്ട് ബലരാമസ്വാമി ദാനം ചെയ്തു. കൃതമാലാം താമ്രപർണിം കുലാചലം മലയം, ഈ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി. കൃതമാല എന്ന നദി, താമ്രപർണി നദി, കുലപർവ്വതമായിരിക്കുന്ന മലയാചലം, മലയപർവ്വതം, ഇവിടെയൊക്കെ എത്തിച്ചേർന്നു. തത്രാഗസ്ത്യം, മലയപർവ്വതത്തിൽ ചെന്നപ്പോഴോ സമാസീനം നമസ്കൃത്യാഭിവാദ്യ ച യോജിതസ്തേന ചാശീഭിരനുജ്ഞാതോ ഗതോർണവം ദക്ഷിണം തത്ര കന്യാഖ്യാം ദുർഗാം ദേവീം ദദർശസ. തത്ര സമാസീനം അഗസ്ത്യം നമസ്കൃത്യ, ഇവിടെ മലയപർവ്വതത്തിൽ. എപ്പോഴാണ് നമ്മൾ കേട്ടത്? ഗജേന്ദ്രമോക്ഷം കഥ പറയുന്ന സമയത്ത് മലയപർവ്വതത്തിലിരുന്ന് അഗസ്ത്യ മഹർഷി പറഞ്ഞതാണ് ഈ കഥ എന്ന് പറയാറുണ്ട്. ഇങ്ങനെ അവിടെ അഗസ്ത്യനെ നമസ്കരിച്ചു, അഭിവാദ്യം ചെയ്തു, അതിനുശേഷം ആശിസ്സുകളൊക്കെ നേടി, അനുഗ്രഹങ്ങളൊക്കെ നേടി, അവിടുന്ന് അനുജ്ഞ കിട്ടി, പൊക്കോളാൻ പറഞ്ഞു, അല്ലെങ്കിൽ യാത്രയാവാൻ അനുവാദം കൊടുത്തു. പിന്നെ ദക്ഷിണം അർണവം ഗതഃ, തെക്കേ സമുദ്രത്തിലേക്ക് എത്തിച്ചേർന്നു. തത്ര കന്യാഹ്യാം ദുർഗാം ദേവീം സ ദദർശ. കന്യ എന്ന് പേരുള്ള കന്യാകുമാരി, അല്ലേ, കന്യാകുമാരി, അവിടെയുള്ള ദുർഗാം ദേവിയും, ദുർഗാദേവിയെ ഭഗവാൻ കണ്ടു എന്നാണ്. ഇവിടെ തെക്കേ സമുദ്രത്തിന്റെ തീരത്തുള്ള കന്യാകുമാരി ക്ഷേത്രത്തിൽ കന്യ എന്ന പേരോടുകൂടിയ ദുർഗാദേവിയെ നമസ്കരിച്ചു, ദർശിച്ചു. തഥാൽഗുണമാസാദ്യ പഞ്ചാപ്സരസമുത്തമം വിഷ്ണു സന്നിഹിതോ യത്ര സ്നാത്വാ സ്പർശദ്ഗവായുതം. തഥാ ഭാൽഗുനം, ഭാൽഗുനം എന്ന് പറഞ്ഞാൽ അനന്തപുരം, അനന്തപുരി, തിരുവനന്തപുരം. അവിടെ ഉത്തരം പഞ്ചാപ്സരസ്, പഞ്ചാപ്സരസ് എന്ന തീർത്ഥം തിരുവനന്തപുരത്ത് എത്തിയപ്പോ സാക്ഷാൽ അനന്തശയനൻ ആയി ആ മൂർത്തി ശ്രീഹരി സന്നിധാനം ചെയ്തിരിക്കുന്നു. അവിടെ പഞ്ചാപ്സരസ്, പത്മതീർത്ഥം എന്ന് നമ്മൾ പറയാറില്ലേ, അത് തന്നെ അവിടെ എത്തി. അതിൽ സ്നാത്വ, മുങ്ങിക്കുളിച്ച്, അയുതം ഗവ അസ്പർശൽ, 10,000 പശുക്കളെ ദാനം ചെയ്തു അവിടെ. തതോഭിവ്രജ്യ ഭഗവാൻ കേരളാം സ്തുത്രിഗർത്തകാൻ ഗോകർണാഖ്യം ശിവക്ഷേത്രം സാന്നിധ്യം യത്ര ധൂർജടേ. അവിടെ ഭഗവാൻ തഥാ ത്രിഗർത്തകാൻ, ത്രിഗർത്തകങ്ങൾ എന്ന് പ്രസിദ്ധമായ
കേരളദേശങ്ങളിലേക്ക് എത്തിയിട്ട് ഗോകർണാഖ്യം, ഗോകർണം എന്നു പേരോടുകൂടിയ ശിവക്ഷേത്രത്തിലേക്ക് എത്തിച്ചേർന്നു. എത്ര ധുർജടേ സാന്നിധ്യ, ധുർജടിയുടെ ശിവന്റെ സാന്നിധ്യം. അപ്പൊ ഇവിടെ അനന്തപുരിയിൽ നിന്ന് ഗോകർണം വരെ അല്ലേ, ഗോകർണം മുതൽ കന്യാകുമാരി വരെ എന്ന് പറയാറുണ്ട് പണ്ടത്തെ കേരളത്തെക്കുറിച്ച്. അന്യോന്യം അംബാശിവർ നീട്ടിവിട്ട കണ്ണേറ്റമേറ്റിട്ടുണ്ടൊരു നല്ല രാജ്യം എന്നൊക്കെ നമ്മള് കവിത കേട്ടിട്ടുണ്ട്. അപ്പൊ ഒരു ഭാഗത്ത് അമ്പയും മറുഭാഗത്ത് സാക്ഷാൽ അദ്രിപതിയായിരിക്കുന്ന സാക്ഷാൽ മഹാദേവനും. അപ്പൊ അവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ട് കേരളത്തിലൂടെ സഞ്ചരിച്ച് ഗോകർണം എന്ന ശിവക്ഷേത്രത്തിലേക്ക് ബലരാമസ്വാമി എത്തിച്ചേർന്നു. ഇപ്പൊ ബലരാമസ്വാമി അന്ന് കേരളം സന്ദർശിച്ചു എന്നാണ് ഇതിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഭഗവാൻ ശ്രീകൃഷ്ണനായിട്ട്, ഭഗവാന്റെ അദൃശ്യ സാന്നിധ്യം എല്ലായിടത്തുണ്ട്, ഇല്ല എന്നല്ല, എങ്കിലും ശ്രീകൃഷ്ണൻ കേരളത്തിൽ വന്നു എന്നുള്ളൊരു സൂചന നമുക്ക് ഇവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. അതുകൊണ്ടാവാം ആ ഭഗവാൻ ഇന്ന് കേരളത്തെ മാത്രമല്ല ലോകത്തെ മുഴുവൻ അനുഗ്രഹിച്ചുകൊണ്ട് പൊന്നു ഗുരുവായൂരപ്പനായി മിന്നിത്തിളങ്ങിക്കൊണ്ടിരിക്കണത് അല്ലേ. കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുമ്പോഴേ ആ വിളി പൂർണ്ണമാവുന്നുള്ളൂ. ആ അഷ്ടാക്ഷരി ഓം നമോ നാരായണായ എന്ന മന്ത്രാഷ്ടാക്ഷരി പോലെ തന്നെ നാമാഷ്ടാക്ഷരിയായിട്ട് കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് ഭക്തന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതായാലും ശബരിമലയിൽ നവാക്ഷരി സ്വാമിയെ ശരണമയ്യപ്പ എന്ന നവാക്ഷരിയാണെങ്കിൽ ഗുരുഭവനപുരിയിൽ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന അഷ്ടാക്ഷരി ഇന്നും നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു. ആര്യാം ദ്വൈപായനിം ദൃഷ്ട്വാ ശൂർപ്പാരകമഗാദ്ബല താപിം പയോഷ്ണിം നിർവിന്ധ്യാമുപസ്പൃശ്യാഥ ദണ്ഡകം പ്രവിശ്യ രേവാമഗമൽ യത്ര മാഹിഷ്മതീപുരി മനുസ്തീർത്ഥമുപസ്പൃശ്യ പ്രഭാസം പുനരാഗമൽ. പിന്നീടോ ദ്വൈപായനി, ദ്വീപത്തിൽ വസിക്കുന്ന ആര്യാം ദൃഷ്ട്വ, ആര്യയെ കണ്ടിട്ട് പിന്നെ ബലരാമസ്വാമി ശൂർപ്പാരകത്തിലേക്ക് എത്തി. താപി പയോഷ്ണി നിർവിന്ധ്യ ഈ 3 നദികളിൽ സ്നാനം ചെയ്ത ശേഷം ഉപസ്പൃശ്യ ദണ്ഡകം, ദണ്ഡകത്തിലേക്ക് എത്തി. അവിടെ നിന്നും ദണ്ഡകവനത്തിലേക്ക് എത്തിച്ചേർന്നു. തുടർന്ന് രേവാം അഗമൽ, രേവാനദി, ആ രേവാനദിയിലേക്ക് എത്തി. അതിൽ സ്നാനാദികളൊക്കെ നടത്തി. മാഹിഷ്മതീപുരി, മാഹിഷ്മതി എന്ന പുരിയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ നിന്ന് പിന്നെ മനുതീർത്ഥം, മനുതീർത്ഥത്തിൽ ചെന്ന് അവിടെയും കുളിച്ച് പ്രഭാസത്തിലേക്ക് വീണ്ടും തിരിച്ച് എത്തി. ശ്രുത്വാദ്വിജൈ കഥ്യമാനം കുരുപാണ്ഡവ സംയുഗേ സർവരാജന്യനിധനം ഭാരം മേനേ ഹൃതം ഭുവാ. കുരുപാണ്ഡവ സംയുഗേ, കുരുപാണ്ഡവ യുദ്ധത്തിൽ ബ്രാഹ്മണരാൽ കഥ്യമാനം പറയപ്പെട്ടതായ രാജന്യ നിധനം, സകല രാജസമൂഹങ്ങളിലും ഇല്ലാതെയായി അവരുടെ വധത്തെക്കുറിച്ച് കേട്ടിട്ട് ഭുവഹാ ഭാരം, ഭൂമിയുടെ ഭാരം ഹൃത സംഹരിക്കപ്പെട്ടതായി വിചാരിച്ചു. ഭൂമിയുടെ ഭാരം കുറഞ്ഞു എന്ന് ഉറപ്പിച്ചു എന്നാണ്. പ്രജാദ്രോഹികളായിട്ടുള്ള രാജാക്കന്മാര് 2 ഭാഗത്തും, പാണ്ഡവന്മാരുടെ ഭാഗത്തും കൗരവന്മാരുടെ ഭാഗത്തും ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചു എന്ന് ബ്രാഹ്മണര് പറഞ്ഞത് ബലരാമസ്വാമി കേട്ടു. അപ്പൊ ശ്രീകൃഷ്ണനാൽ ഭൂമിയുടെ ഭാരം കുറയ്ക്കപ്പെട്ടു. എന്നിട്ടോ അവിടുന്ന് സഭീമ ദുര്യോധനയോർഗദാഭ്യാം യുദ്ധ്യതോർമൃതേ, അവിടെ വാരയിഷ്യൻ വിനശനം ജഗാമ യദുനന്ദന. സ യദുനന്ദന, ആ യദുനന്ദനൻ, ആ യാദവ പ്രമുഖൻ, ആ ഭഗവാൻ ബലരാമസ്വാമി ഗദാഭ്യാം യുദ്ധ്യതോ, ഗദ കൊണ്ട് തമ്മിൽ തല്ലുന്ന, യുദ്ധം ചെയ്യുന്ന ഭീമദുര്യോധനന്മാരുടെ മൃതേ, അവരുടെ യുദ്ധത്തിൽ വാരയിഷ്യൻ അത് തടുക്കാൻ ആഗ്രഹിച്ചും കൊണ്ട് വിനശനം ജഗാമ, കുരുക്ഷേത്രത്തിലേക്ക് ബലരാമസ്വാമി പോയി. നോക്കൂ, ഇവിടെ ഭീമനും ദുര്യോധനും തമ്മിലുള്ള ഗദായുദ്ധം തീർന്നിട്ടില്ല. അപ്പൊ 2 പേരെയും സമാധാനിപ്പിച്ച് യുദ്ധം അവസാനിപ്പിക്കണം എന്ന് തീർച്ചപ്പെടുത്തി ബലരാമസ്വാമി കുരുക്ഷേത്രം, ആ യുദ്ധഭൂമിയിലേക്ക് എത്തിച്ചേർന്നു എന്നും പറയുന്നു. യുധിഷ്ഠിരസ്തുതം ദൃഷ്ട്വാ യമൗ കൃഷ്ണാർജുനാവപി
അഭിവാദ്യാഭവം സ്തൂഷ്ണിം കിം വിവക്ഷുരിഹാഗത. യുധിഷ്ഠിരഹാതു യുധിഷ്ഠിരനും കൃഷ്ണാർജുനവും അപി കൃഷ്ണാർജുനന്മാരും യമൗ നകുലനും സഹദേവനും തം ദൃഷ്ടുവ ആ ബലരാമസ്വാമിയെ കണ്ടിട്ട് കിം വിവക്ഷു എന്താ പറയണം എന്ന് ആഗ്രഹിച്ചിട്ട് ഇവിടെ വന്നിരിക്കണു, എന്തു പറയാനാവും എന്ന് വിചാരിച്ച് വന്ദിച്ച് തൂഷ്ണീം അഭവൻ അവര് മിണ്ടാതെ ഇരുന്നു. എന്തു പറയാൻ ആഗ്രഹിച്ചിട്ടാണ് ബലരാമസ്വാമി ഇപ്പൊ ഇങ്ങോട്ട് വന്നേക്കണത് എന്ന് ഒന്നും അറിയാത്തവനെ പോലെ കൃഷ്ണനും അവരുടെ കൂടെ മിണ്ടാതെ നിന്നു. തൂഷ്ണീം ഒന്നും മിണ്ടാതെ അവിടെ നിന്നു. എന്നിട്ടോ ഗദാപാണി ഉഭൗ ദൃഷ്ട്വാ സംരബ്ധൗ വിജയൈഷിണൗ മണ്ഡലാനി വിചിത്രാണി ചരന്താവിധമബ്രവീൽ. സംരബ്ധൗ വിജയൈഷിണൗ ക്രോധത്തോടുകൂടി ജയിക്കാൻ ആഗ്രഹിക്കുന്ന ഗദാപാണി ഗദ കയ്യിലുള്ളവരായിരിക്കുന്ന വിചിത്രാണി മണ്ഡലാനി പലതരത്തിലുള്ള മണ്ഡലഗതികളെ ചരന്തോ ചെയ്യുന്ന ഉഭൗ ദൃഷ്ട്വ രണ്ടുപേരെയും കണ്ടിട്ട് ഇതം അബ്രവീൽ ബലരാമസ്വാമി പറഞ്ഞു. കാരണം അവര് ദേഷ്യപ്പെട്ട് രണ്ടുപേരും ജയകാംക്ഷികളായിട്ട് നിൽക്കുകയാണ്. അതിനുവേണ്ടി പലതരത്തിലുള്ള അടവുകളും അവർ പയറ്റുന്നുണ്ട്, പല മണ്ഡലഗതി വിശേഷങ്ങളും കാണിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കണ്ടും കൊണ്ട് ബലരാമസ്വാമി അടുത്തേക്ക് ചെന്നു. രണ്ടുപേരോടുമായിട്ട് ബലരാമസ്വാമി ഇതം അബ്രവീൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. ബലരാമസ്വാമി എന്താ പറഞ്ഞത്? യുവാം തുല്യബലോ വീരോ ഹേ രാജൻ ഹേ വൃകോദരാ ഏകം പ്രാണാധികം മന്യേ ഉതൈകം ശിക്ഷയാധികം. എങ്ങനെയാ? അല്ലയോ രാജാവേ, ഹേ വൃകോദര, അല്ലയോ ഭീമ. ആദ്യം ആ ദുര്യോധനോട് ഹേ രാജാവേ, അതേപോലെ ഭീമ, യുവാം തുല്യബലവും വീരവും, നിങ്ങൾ തുല്യബലമുള്ള വീരന്മാരാണ്. ഏകം പ്രാണാധികം, ഒരാള് ബലമധികമുള്ള ആള്. ഏകമുത, മറ്റൊരാളോ ശിക്ഷയാ അധികം, ശിക്ഷ കൊണ്ട് അധികരിച്ചവൻ, അഭ്യാസം കൊണ്ട് എന്ന് മന്യേ ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും തുല്യബലമുള്ള ആളാണ്. ഒരാൾക്ക് ശക്തി കൂടും, മറ്റയാൾക്ക് അഭ്യാസം കൂടും. ഒരാൾക്ക് ബലാധിക്യം, മറ്റയാൾക്ക് ശിക്ഷാ സാമർഥ്യം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും ഒരേപോലെയുള്ള ആളുകളാണ്. ഒരാൾ വലുതോ ഒരാൾ താഴെയോ അല്ല എന്ന് ചുരുക്കം. തസ്മാദേകതരസ്യേഹ യുവയോ സമവീജ്യയോ ന ലക്ഷ്യത്തെ ജയോന്യോ വാ വിരമത്വഫലോരണ. അതുകൊണ്ട് സമവീജ്യയോ തുല്യബലമുള്ള നിങ്ങൾ രണ്ടുപേരിൽ ഏകതരസ്യ ഇഹ ജയ അന്യ വാ, ഒരുവന് ഇതിൽ ജയമോ അല്ലെങ്കിൽ തോൽവിയോ ന ലക്ഷ്യത്തെ കാണപ്പെടുന്നില്ല. അഫലഹ, ഫലമില്ലാത്ത യുദ്ധം വിരമതോ അവസാനിപ്പിക്കൂ. നിങ്ങൾ ആരും രണ്ടുപേരും ജയിക്കില്ല, രണ്ടുപേരും തോൽക്കൂല. കാരണം നിങ്ങൾ തുല്യബലവാന്മാരാണ്. അതുകൊണ്ട് ഫലമില്ലാത്ത, ഒന്നുകിൽ ഒരാൾ ജയിക്കുകയും മറ്റൊരാൾ തോൽക്കുകയും വേണമല്ലോ, അത് ഇല്ലാത്തത് കൊണ്ട് വിഫലമായ യുദ്ധം നിങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് പറയുന്നു. അഫലം, ഫലം ലഭിക്കാത്ത ഈ യുദ്ധം വെറും വിഫലമാണ്. അതുകൊണ്ട് നിങ്ങൾ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ. ന തദ്വാക്യം ജഗൃഹതുർബദ്ധവൈരോ നൃപാർത്ഥവൽ അനുസ്മരന്താവന്യോന്യം ദുരുക്തം ദുഷ്കൃതാനി ച. അന്യോന്യം ദുരുക്തം, തമ്മിൽ ദുർവാക്യങ്ങൾ പറഞ്ഞ് ദുഷ്പ്രവർത്തികളെയും ഓർമ്മിക്കുന്നവരായിരിക്കുന്ന ബദ്ധവൈരികളായിരിക്കുന്ന അവർ രണ്ടുപേരും പരീക്ഷത്തെ അർദ്ധവൽ തദ്വാക്യം ന ജഗൃഹതു, വളരെ ശ്രേഷ്ഠമായ അർത്ഥം നിറഞ്ഞ ആ വേണ്ട തരത്തിലുള്ള ആ വാക്കുകളെ രണ്ടുപേരും കേട്ടില്ല എന്നാണ്. കാരണം ഇവർ തമ്മിൽ പറഞ്ഞ് ദുർവാക്കുകളും ദുഷ്പ്രവർത്തികളും ആലോചിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ സമാധാനത്തെക്കുറിച്ചുള്ള ചിന്ത പോലും കടന്നു വരുന്നില്ല. അവർക്ക് രണ്ടുപേർക്കും മറ്റവനെ അടിച്ചു താഴെയിട്ട് കൊല്ലണം എന്നുള്ള ഏകമായ ചിന്തയോടുകൂടിയാണ്. അതുകൊണ്ട് മനസ്സ് കലുഷിതമായിരിക്കുന്ന അവർക്ക് ഈ ഹിതോപദേശം, ഈ പഥ്യം, അത് അവർക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് അവരതിനെ സ്വീകരിച്ചതും ഇല്ല. ദിഷ്ടം തദനുമന്വാനോ രാമോ ദ്വാരവതിം യയൗ ഉഗ്രസേനാദിഭി പ്രീതേർ ജ്ഞാതിഭി സമുപാഗത. അത് ദിഷ്ടം അനുമന്വാന, ഇത് കാലക്കേട്, കാലത്തിന്റെ കൽപ്പനയാണ്.
ഈശ്വരന്റെ ചിന്തയാണ് എന്ന് വിചാരിച്ച രാമൻ ദ്വാരവതിം യയോ, ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. തൻ്റെ പ്രീതൈഹി ജ്ഞാതിഭിഹി, ഏറ്റവും സന്തോഷിക്കുന്ന ബന്ധുക്കൾ ആയിരിക്കുന്ന ഉഗ്രസേനൻ തുടങ്ങിയവരോട് കൂടി അവിടേക്ക് ചേർന്നിരുന്നു. അവിടെ കുറച്ചു കാലം അവിടെ താമസിച്ചു. തം പുനർ നൈമിഷം പ്രാപ്തം, എന്നിട്ടോ പ്രാപ്തം ഋഷയോ അയാജയൻ മുദാ കൃത്വംഗം കൃതുഭിഃ സർവേ നിവൃത്താഖില വിഗ്രഹം. കൃത്വംഗം യജ്ഞമൂർത്തിയായിരിക്കുന്ന നിവർത്തിക്കപ്പെട്ട സകല കലഹത്തോടും കൂടിയവനായിരിക്കുന്ന നിവൃത്ത അഖില വിഗ്രഹം ആ ഭഗവാൻ ബലരാമസ്വാമി നൈമിഷം പ്രാപ്തം, നൈമിഷത്തിലേക്ക് എത്തിയവനായിരിക്കുന്ന ബലരാമസ്വാമിയെ തം പുന, പിന്നീട് ഋഷികൾ സർവൈ കൃതുഭി, എല്ലാ തരത്തിലുള്ള യാഗങ്ങൾ കൊണ്ടും സന്തോഷിപ്പിച്ചു, യജിപ്പിച്ചു എന്നാണ്. യജ്ഞഫലങ്ങൾ നൽകുന്ന ആളാണ്, യജ്ഞസ്വരൂപനാണ് ബലരാമൻ. യാഗാദി കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. എങ്കിലും ലോകാനുഗ്രഹത്തിനു വേണ്ടി തീർത്ഥസ്നാനാദികൾ ചെയ്ത് യുദ്ധം കൊണ്ട് സംഭവിക്കാവുന്ന സകല പാപങ്ങളെയും നശിപ്പിച്ച് നൈമിഷാരണ്യം എന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചെത്തി. ബലരാമനെ ഋഷികൾ വളരെ വേണ്ട പോലെ സ്വീകരിച്ചു, യാഗങ്ങൾ കൊണ്ടൊക്കെ സന്തോഷപൂർവ്വം യജിപ്പിച്ചു. തേഭ്യോ വിശുദ്ധ വിജ്ഞാനം ഭഗവാൻ വ്യതരൽ വിഭു യേനൈവാത്മന്യതോ വിശ്വമാത്മാനം വിശ്വഗം വിദു. യേന, യാതൊന്നിൽ, ആത്മനി അത വിശ്വം, ആത്മാവിൽ ഈ വിശ്വത്തെയും, ആത്മാനം ആത്മാവിനെ, വിശ്വകം വിശ്വത്തിലേക്കും വ്യാപിച്ചവനായും, വിദു കാണുമോ, ആ വിശുദ്ധ വിജ്ഞാനം, ആ പരിശുദ്ധമായ ജ്ഞാനത്തെ തേഭ്യഃ വിഭു ഭഗവാൻ വ്യതരൽ, അവർക്കായിട്ട് വിഭുവായ ആ സമർത്ഥനായ ബലരാമസ്വാമി അവർക്ക് നൽകിയെന്നാണ്. തൻ്റെ ആചാര്യസ്ഥാനം വഹിച്ച് തന്നെ യജിപ്പിച്ച ആ ഋഷികൾക്ക് ഭഗവാൻ വിശുദ്ധ ജ്ഞാനത്തെ, ആത്മജ്ഞാനത്തെ ഉപദേശിച്ചു. ആ ജ്ഞാനം കൊണ്ട് അവർക്ക് താനാകുന്ന അധിഷ്ഠാനത്തിലിരിക്കുന്ന ഈ വിശ്വം എന്ന് മനസ്സിലായി. ആ വിശ്വത്തിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന സമഷ്ടി ചൈതന്യം താനാണ് എന്നും അവരെ മനസ്സിലാക്കിപ്പിച്ചു ബലരാമസ്വാമി. പിന്നെയോ സ്വപത്ന്യാവഭൃതസ്നാതോ ജ്ഞാതി ബന്ധുസുഹൃവ്രത രേജേ സ്വജോത്സ്നയേവേന്ദു സുവാസ സുഷ്ഠലങ്കൃത. സപത്നിയ, സ്വഭാര്യയോടുകൂടി ഔഭൃതസ്നാത, ദീക്ഷാസ്നാനം കഴിച്ച ജ്ഞാതിബന്ധു സുഹൃദ്വ്രത, ജ്ഞാതികളോടും ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ചേർന്ന ആയിരിക്കുന്ന, സുവാസ, നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്ന, സുഷ്ഠലങ്കൃതം, അതുപോലെ അലങ്കരിച്ചിരിക്കുന്ന സ, ആ ബലരാമൻ, സ്വജ്യോത്സ്നയാ ഇന്ദു ഇവ, തൻ്റെ കിരണങ്ങൾ കൊണ്ട് ചന്ദ്രൻ എന്നതുപോലെ രേജെ ശോഭിച്ചു. യാഗാവസാനത്തിൽ രേവതി എന്ന തൻ്റെ ഭാര്യയോടുകൂടി നദിയിൽ ആ ദീക്ഷ സ്നാനം ചെയ്തു. അതിൻ്റെ ദീക്ഷയുടെ അന്തത്തിൽ ഉണ്ടാവുന്ന സ്നാനം ഔഭൃത സ്നാനം എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളൊക്കെ ധരിച്ച് അലങ്കാരങ്ങളൊക്കെ ചെയ്ത് തൻ്റെ കൂട്ടുകാരോടും ബന്ധുക്കളോടും ജ്ഞാതി സുഹൃത്ത് സംബന്ധി ഇവരോടൊക്കെ കൂടി അവിടെ സുഖമായിട്ട് മിന്നിത്തിളങ്ങി, ഒരു ചന്ദ്രൻ എന്നതുപോലെ. പിന്നീടോ ഈ ദൃഗ്വിധാന്യനേകാനി, ഈ ദൃഗ്വിധാന്യ അസംഖ്യാനി ബലസ്യ ബലശാലിന അനന്തസ്യ പ്രമേയസ്യ മായാമർത്യസ്യ സന്ധിഹി. ബലശാലിനഃ അനന്തസ്യ, ബലശാലിയായിരിക്കുന്ന ആ അനന്തനും അപ്രമേയനും, ഇന്ന വിധത്തിലിരിക്കുന്നു എന്ന് നിശ്ചയിക്കാൻ കഴിയാത്തവൻ, അവനാണ് അപ്രമേയൻ. അങ്ങനെയുള്ള മായാമർത്യസ്യ, മായാമനുഷ്യനായിരിക്കുന്ന ആ ബലന്റെ ബലരാമസ്വാമിയുടെ ഈ ദൃഗ്വിധാനി അസംഖ്യാനി സന്ധി, ഇങ്ങനെ തരത്തിലുള്ള ലീലകൾ ഒരുപാടുണ്ട് എന്നാണ്. ബലരാമസ്വാമിയുടെ മാഹാത്മ്യത്തെ സൂചിപ്പിക്കുന്ന ലീലകൾ നിരവധിയാണ്. അതിനെ യോനുസ്മരേത രാമസ്യ കർമാണ്യത്ഭുത കർമ്മണ സായം പ്രാതരനന്ദസ്യ വിഷ്ണോ സ ദയിതോ ഭവേൽ. അത്ഭുത കർമ്മങ്ങളോടുകൂടിയ അനന്തന്റെ അവതാരമായിരിക്കുന്ന ഈ രാമന്റെ, ബലരാമന്റെ കർമാണി, കർമ്മങ്ങളെ യാ സായം പ്രാത, ആരാണോ വൈകുന്നേരവും കാലത്തും അനുസ്മരേത, അനുസ്മരിക്കുന്നത്,
സ വിഷ്ണോ ദൈദഹാഭവേൽ, അവൻ വിഷ്ണുവിന് പ്രിയപ്പെട്ടവനായിട്ട് മാറും. അനന്തമൂർത്തിയുടെ അനന്തമായ ലീലകളെ കേൾക്കുന്ന ആളുകൾ അനന്തമൂർത്തിയായിരിക്കുന്ന അനന്തശായിയായിരിക്കുന്ന വിഷ്ണുവിൻ്റെ പ്രിയപ്പെട്ടവരായി മാറും, മഹാവിഷ്ണുവിൻ്റെ പ്രീതിക്ക് കാരണമായിട്ട് തീരും എന്ന ഫലശ്രുതി കൂടി പറഞ്ഞും കൊണ്ടാണ് ദശമസ്കന്ധം ഉത്തരാർത്ഥത്തിൽ ബലദേവ തീർത്ഥയാത്രാ നിരൂപണം എന്ന് അറിയപ്പെടുന്ന 79ാമത്തെ അധ്യായം അവിടെ സമർപ്പിക്കുന്നത്. നാളെ നമുക്ക് ശ്രീരാമചരിത്രം, പൃഥുഗോപാഖ്യാനം എന്നീ 2 പേരുകളോട് കൂടിയിട്ടുള്ള സുദാമാചരിതമെന്നും കുചേലവൃത്തം എന്നൊക്കെ അറിയപ്പെടുന്ന ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ 4 പിടി അവിലിൻ്റെ കഥ, ഭഗവാന്റെ അലിവിൻ്റെ കഥ കേൾക്കാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഹരിയോം. ഞങ്ങൾ ഹരിപാദത്തിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരതിയുണ്ടാവാൻ ഹരിപാദേരതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു. കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം, കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം, നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം, ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം.
ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.